ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്നിപ്പോൾ നമ്മൾ ഇന്നലത്തെ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ എന്ത് പറയാൻ, ഇന്നലെ എല്ലാം ആകെപ്പാട് അടിപൊളിയായിരുന്നു അല്ലേ? 1300 പോയിൻ്റ് അടുപ്പിച്ചാണ് ഇന്നലെ ബാങ്ക് നിഫ്റ്റി കയറിപ്പോയത്. സോ ബാങ്ക് നിഫ്റ്റി പുതിയ ഓൾ ടൈം ഹൈ ഒക്കെ റീച്ച് ചെയ്തു. ഭയങ്കര സന്തോഷം എല്ലാവർക്കും. ഓക്കെ, നിഫ്റ്റിയും നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ബാങ്ക് നിഫ്റ്റി ഇന്ന് മിക്കവാറും നോക്കാം 49,500 ഒക്കെ പോകും എന്ന് തോന്നുന്നു. എന്താകും 50,000 ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് വരുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, നിഫ്റ്റി ഏതായാലും നിഫ്റ്റിയും ഓൾമോസ്റ്റ് 250 പോയിൻറ്റ്സ് ആയിരുന്നു ഇന്നലത്തെ പോസിറ്റീവ്. എന്തായാലും രണ്ടും കൊള്ളാം. അപ്പം നമ്മളുടെ എല്ലാ സ്റ്റോക്സും നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഗ്രീനാണ്, എല്ലാവരും സോ ഹാപ്പിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ എല്ലാം കൊണ്ടും വളരെ നല്ല രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. US മാർക്കറ്റിൽ പറയാനായിട്ട് വലിയ കാര്യമായിട്ട് ന്യൂസുകളൊന്നുമില്ല. ഇന്നലത്തെ FIA ഡേറ്റ കൂടെ നോക്കിയേക്കാം. FIA ഡേറ്റ വളരെ ചെറിയ എമൗണ്ടാണ്. ഇത്രയും ചെറിയ പൈസക്കാണ് ഈ 200 ക്രോർസ് പോലും ഇല്ല FIA വാങ്ങിച്ചിരിക്കുന്നത്. ഇന്നിനിപ്പോൾ ഇത്രയും കയറിപ്പോയതുകൊണ്ട് ഇന്നിനിപ്പോൾ വിൽക്കുമോ എന്നറിയത്തില്ല, സെല്ലേഴ്സ് ആയിരിക്കുമോ ഇന്നും FIA എന്നുള്ളത് അറിയത്തില്ല. ഇന്നലെ ഒരു 200 ക്രോർസിന് ചെറുതായിട്ടൊന്ന് വാങ്ങിച്ചിട്ടുണ്ട്, ഒരു കുഞ്ഞു ഷോപ്പിങ്. DIA 700 ക്രോർസിന് വാങ്ങിച്ചിട്ടുണ്ട്. അവർ എപ്പോഴും ബയ്യേഴ്സ് ആണല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ ഇന്നലെ മേജറായിട്ട് ഇന്നലെ എല്ലാവരും നല്ല പോസിറ്റീവ് തന്നെയായിരുന്നു. ഇന്നലെ നല്ല മാർക്കറ്റായിരുന്നു. ഓക്കെ, പിന്നെ US മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ US മാർക്കറ്റ് ഫ്ലാറ്റ് തന്നെയാണ്. US മാർക്കറ്റിൽ പറയത്തക്ക വിശേഷങ്ങളായിട്ട് ഇന്നിനിയിപ്പം US മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ആമസോണിൻ്റെ റിസൾട്ട് വരും, അതേ ഉള്ളൂ. പിന്നെ ഇനിയിപ്പം ആപ്പിളും വരാനുണ്ട്, ഗൂഗിൾ വരാനുണ്ട്. അപ്പം എല്ലാം നോക്കാം. വലിയ എങ്ങനെ ഉണ്ടാകും റിസൾട്ട് എന്നൊന്നും അറിയത്തില്ല. US മാർക്കറ്റ് ഒരു 90 പോയിൻറ്റ്സ് കയറിയായിരുന്നു. കയറി കഴിഞ്ഞിട്ട് അതങ്ങനെ 90 പോയിൻറ്റ്സ് താഴെ വന്നു, അതങ്ങനെ കയറി ഫ്ലാറ്റായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഗ്രീനാണ്. ഏഷ്യൻ മാർക്കറ്റ്സ് എല്ലാം ഗ്രീനാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഒരു 30 പോയിൻ്റ് ഗ്യാപ്പ് അപ്പ് കാണിക്കുന്നുണ്ട്. നോക്കാം, ചിലപ്പോൾ ഫ്ലാറ്റായിട്ടായിരിക്കും, ഇല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ആയിരിക്കും. അല്ലാതെ ഭയങ്കര ഗ്യാപ്പ് അപ്പ് ഒന്നും ആകുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണ് കാണിക്കുന്നത്. പിന്നെ ഇന്ന് എല്ലാവരും ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. കാര്യം നാളെ അവധിയാണ്, പബ്ലിക് ഹോളിഡേ ആണ് നാളെ. അതായത് NSE ഹോളിഡേ ആണ്, മഹാരാഷ്ട്ര ഡേ ആണ് നാളെ. അതുകൊണ്ട് ഇന്ന് ഫിൻ നിഫ്റ്റി എക്സ്പയറി ആണ്, ബാങ്ക് നിഫ്റ്റി ഇന്ന് ഫിൻ നിഫ്റ്റി ചൊവ്വാഴ്ച എക്സ്പയറി, ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ആണ്, നാളത്തെ എക്സ്പയറി എന്നാണ്. അപ്പം എല്ലാവരും കെയർഫുള്ളായിട്ട് സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ച് വേണം ട്രേഡ് ചെയ്യാൻ. ബാങ്ക് നിഫ്റ്റി ഇന്നലെ 1300 പോയിൻ്റാണ് കയറിപ്പോയിരിക്കുന്നത്. സോ ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ്, സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ട്രേഡ് ചെയ്യുക. സോ ഹാപ്പി ട്രേഡിംഗ്. താങ്ക് യു. ബൈ.